പ്രേക്ഷകരെ എക്കാലവും പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയാണ് ഇൻ ഹരിഹർ നഗർ. സിദ്ദീഖ് ലാൽ സംവിധാനം ചെയ്ത ഇൻ ഹരിഹർ നഗറിലൂടെ പുതിയ ഒരു നായിക മലയാളത്തിലെത്തി, ഗീതാ വിജയൻ. ഗീതാ വിജയന്റെ അരങ്ങേറ്റം സ്വപ്നതുല്യമായിരുന്നു. ഇൻ ഹരിഹർ നഗർ 200ഓളം ദിവസങ്ങളാണ് തിയേറ്ററുകളിൽ ഓടിയത്. ഇൻ ഹരിഹർ നഗർ മെഗാ ഹിറ്റായതോടുകൂടി ഗീതാ വിജയൻ മലയാളത്തിൽ തരംഗമാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നുമായില്ല. സ്ഥിരം പാറ്റേണിലുള്ള കുറച്ച് വേഷങ്ങൾ ചെയ്ത് ഗീതാ വിജയന് തൃപ്തിപ്പെടേണ്ടി വന്നു. ഒരുപക്ഷെ അത് ഗീതാ വിജയന്റെ ദൗർഭാഗ്യമാകാം. നല്ല നടിയാണ് അവർ. നടി രേവതിയുടെ കസിനാണ് അവർ. നല്ല കുടുംബാംഗമാണ് അവർ. നല്ല സമ്പന്നമായ കുടുംബത്തിലെ അംഗമാണ്. അച്ഛൻ ഡോക്ടർ വിജയൻ, അമ്മ ശാരദാംബാൾ രാമൻ. ചെന്നൈയിലെ കലാക്ഷേത്ര ഫൗണ്ടേഷനിൽ നിന്ന് നടി നൃത്തത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷമാണ് സിദ്ദീഖ് ലാലിന്റെ ഇൻ ഹരിഹർ നഗറിൽ അഭിനയിക്കുന്നത്. ഇൻ ഹരിഹർ നഗർ മലയാളത്തിൽ ട്രെൻഡ് സെറ്ററായി മാറി. മുകേഷ്, ജഗദീഷ്, സിദ്ദീഖ് ടീം എന്നത് മലയാളത്തിൽ വിലപിടിപ്പുള്ള ടീമായി മാറി. ഇവർക്കൊപ്പം ഗീതാ വിജയനും ഒത്തിരി ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഏകദേശം 150ഓളം മലയാള ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ ഹരിഹർ നഗറിലെ മായയും സേതുരാമയ്യർ CBIയിലെ മോസിയുമാണ് ഇവരുടെ ശ്രദ്ധേയമായ 2 കഥാപാത്രങ്ങൾ. 150ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച ഗീതാ വിജയൻ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ച ചിത്രങ്ങൾ ഇവയാണ്. ഇൻ ഹരിഹർ നഗറിലെ മായ കഴിഞ്ഞാൽ കൺകെട്ടിലെ ശ്രീദേവി, അപാരതയിലെ ഷീല, ഗാനമേളയിലെ ലക്ഷ്മി, സ്ത്രീധനത്തിലെ പ്രസന്ന, സരോവരത്തിലെ ജയ, പിന്നെ സേതുരാമയ്യർ CBI എന്ന സിനിമയിലെ മോസി. സേതുരാമയ്യർ CBI തിയേറ്ററിൽ എത്തിയപ്പോൾ കയ്യടി നേടിയ കഥാപാത്രങ്ങളിൽ ഒന്നാണ് മോസി. അവിശുദ്ധ ബന്ധത്തിന്റെ പാപം പേറുന്ന മോസി, അവിശുദ്ധ ബന്ധത്തിന്റെ പാപം പേറിക്കൊണ്ട് ജീവിക്കുന്ന മോസി, വല്ലാത്തൊരു കഥാപാത്രമായിരുന്നു അത്. അങ്ങനെ വിരലിലെണ്ണാവുന്ന കഥാപാത്രം മാത്രമേ ഈ നടിക്ക് മലയാളത്തിൽ ശ്രദ്ധേയമായി ലഭിച്ചുള്ളൂ. എന്നാൽ അല്ലാതെ ഹാസ്യചിത്രങ്ങളിൽ, നിരവധി ഹാസ്യചിത്രങ്ങളിൽ നടി അഭിനയിച്ചു. മുകേഷിനോടൊപ്പം അഭിനയിച്ചു, ജഗദീഷിനോടൊപ്പം അഭിനയിച്ചു, ജഗദീഷ് സിദ്ദീഖ് ടീമിന്റെ ഹാസ്യചിത്രങ്ങളിൽ അഭിനയിച്ചു. അങ്ങനെ ഒരു ട്രെൻഡ് സെറ്ററിന്റെ ഭാഗമായി നടി മാറിപ്പോകുകയായിരുന്നു. ഒരു ട്രെൻഡ് സെക്ടർ വന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വരുന്ന ചിത്രങ്ങളുടെ ഭാഗമായി മാത്രം നടി മാറിപ്പോയി. അവിടെയാണ് നടിക്ക് പിഴവ് സംഭവിച്ചത്. ഇപ്പോൾ നടി തിരിച്ചുവരവ് നടത്തുകയാണ്. ഇപ്പോൾ ന്യൂജൻ സിനിമയുടെ ഭാഗമാണ് നടി. എങ്കിലും നടിക്ക് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് ഒരു ദൗർഭാഗ്യമാണ്. കാരണം നല്ല അഭിനയശേഷിയുണ്ട്, നൃത്തത്തിൽ അസാധ്യമായ പ്രാവീണ്യമുണ്ട്. പക്ഷേ ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിക്കുന്നില്ല. ശ്രദ്ധേയമായ വേഷങ്ങൾക്ക് പകരം വന്നു പോകുന്ന, തമസ്കരിക്കപ്പെടുന്ന വേഷങ്ങളിൽ അഭിനയിക്കേണ്ടി വരുന്നു ഗീതാ വിജയന്. ഇൻ ഹരിഹർ നഗറിലെ മായയായി ഗീതാ വിജയൻ എക്കാലവും മലയാളികളുടെ മനസ്സിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്.